ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദീർഘവാദി കൃഷക് പുഞ്ചി സഹകർ യോജനയാണ് ടു സ്ട്രെങ്തൻ ദ ലോങ് ടേം ക്രെഡിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ നാഷണൽ കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഉണ്ട്. ഇവർ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ് ഇവർ കൊണ്ടുവന്ന് ഇവർ ലോഞ്ച് ചെയ്തിട്ടാണ് ദീർഘവാദി കൃഷക് പുഞ്ചി സഹകർ യോജന എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ദ ഇൻക്രീസ്ഡ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ക്രെഡിറ്റ് ഫ്ലോ ഫോർ ദ ക്യാപിറ്റൽ ഫോർമേഷൻ അഗ്രികൾച്ചർ അലൈഡ് സെക്ടർ. അഗ്രികൾച്ചറിലും അലൈഡ് സെക്ടറിലും ഉള്ള ആ ഒരു ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻക്രീസ് ചെയ്യുക, ആ ഒരു ക്യാപിറ്റൽ കൂട്ടുക, അതുപോലെ തന്നെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് ഫ്ലോ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർ എങ്ങനെയാണ് ഇത് ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എങ്ങനെയാണ് അവർ ഇത് ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സപ്ലിമെൻറ്റിംഗ് ദയർ റിസോഴ്സസ് വിത്ത് ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് അവർ റിസോഴ്സസ് സപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആരാ കൊണ്ടുവന്നുള്ളത് പഠിക്കാൻ നാഷണൽ കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെന്തിൻ്റെ അണ്ടറിൽ ഉള്ള സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ളതാണ്. ആ യോജനയുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘവാദി കൃഷക് പുഞ്ചി സഹകർ യോജന എന്നുള്ളതാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കോപ്പറേറ്റീവ് ഷുഡ് ഹാവ് ബീൻ ദ ഓപ്പറേഷൻ ഫോർ നോട്ട് ലെസ് ദാൻ 3 years. ഈ കോപ്പറേറ്റീവ് 3 വർഷത്തിൽ കുറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, 3 വർഷമെങ്കിലും മിനിമം അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് ഷുഡ് ഹാവ് എ പോസിറ്റീവ് നെറ്റ്വർക്ക് നോട്ട് ലെസ് ദാൻ 100% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവർക്ക് ഒരു പോസിറ്റീവ് നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ കോപ്പറേറ്റീവ് ഷുഡ് ഹാവ് ഇൻക്വേർഡ് എനി ക്യാഷ് ലോസ് ഡ്യൂറിംഗ് ലാസ്റ്റ് 3 years ആൻഡ് there should be a net profit in at least 2 of the previous 3 years. അപ്പോൾ ഈ 3 വർഷത്തിൽ അവർക്ക് ക്യാഷ് ലോസുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല, പൈസ നഷ്ടമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റുകൾ അവർക്കുണ്ടാകും. ദർ ഷുഡ് ബി നെറ്റ് പ്രോഫിറ്റ്. അവർക്ക് ഈ ഒരു ലാസ്റ്റത്തെ ഒരു ഈ പ്രീവിയസ് 3 വർഷത്തിൽ ലാസ്റ്റ് 2 വർഷമെങ്കിലും അവർക്ക് എന്തുണ്ടായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് അവരതിലൂടെ പറയുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ പാർലമെൻറ്റ് പാസസ് അപ്രോപ്രിയേഷൻ ബിൽ 2026. അപ്പോൾ പാർലമെൻറ്റ് അപ്രോപ്രിയേഷൻ ബില്ല് 2026 കൊണ്ടുവന്നിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാമാണ് ഇത് മുൻപോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് ഈ അപ്രോപ്രിയേഷൻ ബിൽ 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റ് അപ്രോപ്രിയേഷൻ ബില്ല് പാസ് ചെയ്തിട്ടുണ്ട്. വിത്ത് രാജ്യസഭ റിട്ടേണിംഗ് ഇറ്റ് ടു ലോകസഭ ആഫ്റ്റർ ഡിസ്കഷൻ വെയർ ഫിനാൻസ് മിനിസ്റ്റർ ഡിഫെൻഡഡ് ദ ഗവൺമെൻറ്റ്സ് ബഡ്ജറ്റിംഗ് ആസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് റിയലിസ്റ്റിക്. അപ്പം ഇതിൽ ഇവരെന്ന് വെച്ചാൽ രാജ്യസഭ ലോകസഭയിലേക്ക് ഇത് ഈ ഒരു ബില്ല് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിസ്കഷനിൽ ഫിനാൻസ് മിനിസ്റ്റർ എന്താ ഡിഫെൻഡ് ചെയ്തത്? ഈ ഗവൺമെൻറ് ബഡ്ജറ്റിംഗ് ട്രാൻസ്പെറൻ്റ് ആണ്, റിയലിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ല് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ്, ഒരു ലെജിസ്ലേഷൻ ആണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ദാറ്റ് ഓതറൈസസ് ദ ഗവൺമെൻറ് ടു വിത്ഡ്രോ ഫണ്ട് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും എന്താണ് ഗവൺമെൻറ്റിന് ഫണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന ബില്ലാണ് ഈ അപ്രോപ്രിയേഷൻ ബില്ല്. ടു മീറ്റ് ഇറ്റ് എക്സ്പെൻസ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ. ഈ തന്നിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഗവൺമെൻറ്റിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ഫണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും, അതിന് കഴിയും എന്ന് കാണിച്ചുകൊണ്ടുള്ള ബില്ലാണ് അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറഞ്ഞത്. ഇത് രാജ്യസഭ എന്ത് ചെയ്തിട്ടുണ്ട്? ലോക്സഭയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർലമെൻറ്റ് അത് എന്ത് ചെയ്തു? പാസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ ബില്ല് പാസ്സാവാതെ ഗവൺമെൻറ്റിന് ലീഗലി ഒരു സിംഗിൾ റുപ്പി പോലും ഈ CFI എന്ന നിലയിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തെങ്കിൽ പോലും എന്താണ് ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ പോലെ ബില്ല് കംപ്ലീറ്റ്ലി പാസ്സായി ഇത് നിലവിൽ വന്നതിന് ശേഷം മാത്രമേ അവർക്ക് പൈസ അതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ അസോസിയേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് എപ്പോഴും ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 114 എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താ ഈ ആർട്ടിക്കിൾ പറഞ്ഞത്? ഈ ആർട്ടിക്കിൾ എന്താ പറഞ്ഞു വെച്ചാൽ ദിസ് ആർട്ടിക്കിൾ മാൻഡേറ്റ്സ് ദാറ്റ് നോ മണി ഷോൾ ബി വിത്ഡ്രോ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് അണ്ടർ ദ അപ്രോപ്രിയേഷൻ മേഡ് ബൈ ലോ. ഒരു അപ്രോപ്രിയേഷൻ കൊണ്ടുവരുന്നിടം വരെ നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും പൈസ ഒന്നും തന്നെ വിത്ഡ്രോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 114. ആർട്ടിക്കിൾ 115ഉം 16ഉം പറയുന്നത് സപ്ലിമെൻ്ററി അഡീഷണൽ അല്ലെങ്കിൽ എക്സസ് ഗ്രാൻഡ് വോട്ട് ഓൺ അക്കൗണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 15ഉം 16ഉം. അപ്പോൾ അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്രോപ്രിയേഷൻ ബില്ല് ആവശ്യം വന്നേക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ ബില്ല് നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾസിനെ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇനി അടുത്തത് ഗവൺമെന്റ് വിഡ്രോ ജൻ വിശ്വാസ് അമെൻമെന്റ് ബിൽ 2025. യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ വിൽ മൂവ് എ മോഷൻ ഇൻ ലോക്സഭ. ലോക്സഭയിൽ പുള്ളി ഒരു മോഷൻ കൊണ്ടുവരികയാണ്. എന്താണ് പറഞ്ഞത്? ജൻ വിശ്വാസ് അല്ലെങ്കിൽ അമെൻമെന്റ് ഓഫ് പ്രൊവിഷൻ എന്ന് പറയുന്ന ബില്ല് എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഒരു മോഷൻ മുൻപോട്ട് വെക്കുന്നത്. ആസ് ദ പാർലമെന്റ് കണ്ടിന്യൂസ് ദ സെക്കൻഡ് ഫേസ് യൂണിയൻ ബഡ്ജറ്റ് 2026-27 സെഷൻ്റെ ഒരു സെക്കൻഡ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു ബഡ്ജറ്റിൻ്റെ. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഫേസിൽ ഈ ഒരു ഈ പറഞ്ഞ അമെൻമെന്റ് ഓഫ് പ്രൊവിഷൻ ബില്ല് എന്താ വിഡ്രോ ചെയ്യണം, അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഒരു മോഷൻ വെച്ചിട്ടുണ്ട്. ദ ബിൽ ഒറിജിനലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2025. ഈ ബിൽ ഒറിജിനലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2025 എന്താ ഈ ബില്ലിനകത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്സ് ടു അമെൻഡ് വേരിയസ് ലോ ഡിസ്ക്രിമിനലൈസ് ആൻഡ് റാഷണലൈസ് മൈനർ ഒഫൻസ്. അതായത് നമുക്ക് ഈ ഗവൺമെൻറ്റുമായിട്ടൊരു ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഈസ് ഓഫ് ലിവിങ്, നമ്മുടെ ലീവിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2025 കൊണ്ടുവന്ന ബില്ലാണ് ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് പ്രൊവിഷൻ ബിൽ അല്ലെങ്കിൽ ജൻ വിശ്വാസ് ബിൽ എന്ന് പറയുന്നത്. അത് ഇപ്പം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അത് വേണ്ട, വിഡ്രോ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ തീരുമാനമൊന്നും ആയിട്ടില്ല, അതങ്ങനെ അവർ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ബില്ലിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം കോൺട്രവെൻഷൻ ഫോർ 76 ഒഫൻസസ് അണ്ടർ 10 ഡിഫറെൻറ്റ് ആക്ട്. 10 ഡിഫറെൻറ്റ് ആക്ടുകളിലായിട്ടുണ്ടായിരുന്ന 26 ഒഫൻസ് ദ ബിൽ പ്രൊവൈഡ് ദ ഫസ്റ്റ് ടൈം വയലേഷൻ വിൽ അട്രാക്ട് ഓൺലി അഡ്വൈസ് ഓർ വാർണിംഗ് ഇൻസ്റ്റർ ഓഫ് പണിഷ്മെൻറ്റ്. ഈ ബില്ല് പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഒഫൻസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പണിഷ്മെൻ്റ് ഒന്നും കിട്ടില്ല, പകരം അതിനൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതാണ് ഈ ബില്ല് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കോൺട്രവെൻഷൻ, ആദ്യമായിട്ട് ഈ പറഞ്ഞ നിയമം തെറ്റിക്കുന്ന ആൾക്കാർ, ഇതിൽ ഉദ്ദേശിക്കുന്ന ഈ 26 ഒഫൻസുകൾ ആരെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയൊന്നും കിട്ടില്ല, പകരം അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ഒരു വാർണിംഗ് കിട്ടും, അല്ലാതെ പണിഷ്മെൻ്റ് ഒന്നും ഇല്ല. ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ഒഫൻസ്, റിമൂവ് ഇംപ്രിസ്മെന്റ് ക്ലോസസ് വിത്ത് മോണിറ്ററി പെനാൽറ്റീസ് ഒരു വാർണിംഗ് ഫോർ മൈനർ ടെക്നിക്കൽ പ്രൊസീജിയർ ഡിഫോൾട്ട്. മൈനർ ആയിട്ടുള്ള ടെക്നിക്കൽ പ്രൊസീജിയർ ഡിഫോൾട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രിസൺമെന്റ് ഒന്നും ഉണ്ടാകത്തില്ല, പകരം മോണിറ്ററി പെനാൽറ്റീസ് അല്ലെങ്കിൽ വാർണിംഗ്. അവർക്ക് ചിലപ്പോൾ കുറച്ച് ഫൈനൊക്കെ അടിക്കേണ്ടി വരുമായിരിക്കും, വാർണിംഗ് കൊടുക്കും, അതല്ലാണ്ട് അവർക്ക് ഇംപ്രിസൺമെന്റ് ഒന്നും കണ്ട് ജയിലൊന്നും അവരെ ഇടത്തില്ല. അതാണ് ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ഒഫൻസ് എന്ന് പറയുന്നത്. പിന്നെ നാഷണലൈസേഷൻ ഓഫ് പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻസ് ഒക്കെ എന്ത് ചെയ്തു, റാഷണലൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് മെയ്ഡ് പ്രൊപ്പോർഷനേറ്റ് വിത്ത് ഇൻക്രിമെൻ്റൽ പെനാൽറ്റീസ് ഫോർ ദ റിപ്പീറ്റ് ഒഫൻസ്. റിപ്പീറ്റഡ് ഒഫൻസ് നടന്നതിന് ഇൻക്രിമെൻ്റൽ പെനാൽറ്റി കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഫൈനുകളൊക്കെ റാഷണലൈസ് ചെയ്തു. അത് നമുക്കൊരു അപ്രോപ്രിയേറ്റ് രീതി, അത് ഒരു പ്രൊപ്പോർഷനേറ്റ് രീതിയിൽ ഇന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒത്തിരി കൂടുതൽ ഒഫൻസ് ചെയ്ത് കൂടുതൽ ഫൈൻ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റിവിഷൻ ഓഫ് ഫൈൻസ്, അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഇൻക്രീസ് ഓഫ് 10% ഇൻ ഫൈനിലും പെനാൽറ്റിക്കും ഓരോ 3 വർഷം കൂടുമ്പോൾ ഫൈനിലും പെനാൽറ്റിക്കും എന്താണ് ഒരു 10% ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് എൻഷുർ ചെയ്യുന്നു? പെനാൽറ്റീസ് റിമെയിൻ എഫക്റ്റീവ് ആസ് എ ഡിറ്ററൻറ്റ് വിത്തൗട്ട് ദ നീഡ് ഫോർ ഫ്രീക്വൻറ്റ് ലെജിസ്ലേറ്റീവ് അമെൻമെൻറ്റ്. ഭയങ്കര ഈ ലെജിസ്ലേറ്റീവ് അമെൻമെൻറ്റ്സിൻ്റെ കാളും കുറച്ചും കൂടി ഈ പെനാൽറ്റീസ് ആണ് എഫക്റ്റീവ് വന്ന രീതിയിൽ ഈ ബില്ലിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്, എല്ലാ 3 വർഷം കൂടുമ്പോൾ ഒരു 10% ഫൈൻസും പെനാൽറ്റിയും ഇൻക്രീസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് അവർ പറയുക. ഇതൊക്കെയാണ് ഈ ബില്ലിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ബില്ല് നമുക്കിപ്പോൾ വേണ്ട, വിഡ്രോ ചെയ്യണം എന്നാണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ മുൻപോട്ട് വെക്കുന്നത്. അടുത്തത് മഹാരാഷ്ട്രാസ് ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ എന്ന് പറയുന്നതാണ്. ഇതെന്താണ്? മഹാരാഷ്ട്ര ഗവൺമെൻറ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ധർമ്മ സ്വാതന്ത്ര്യ ഓർ ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ 2026 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? റിലീജിയസ് കോൺവെർസേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദ പ്യൂണിറ്റീവ് ആക്ഷൻസ്. ഇപ്പോൾ ഈ ഒരു ബില്ല് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ensuring the conversations are voluntary and not influenced by illegal means. ഇപ്പം ഈ പറഞ്ഞ പോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ വോളണ്ടറി ആയിട്ട് ഇതെല്ലാം നടക്കണം, നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് മുൻപോട്ട് വെക്കുന്നതാണ് ധർമ്മ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ 2026 എന്ന് പറഞ്ഞത്. ഈ ബില്ല് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് എനി മാരേജ് അണ്ടർടേക്കൻ സോളംലി ഫോർ അൺലോഫുൾ റിലീജിയസ് കൺവേഴ്സേഷൻ ഷോൾ ബി ഡിക്ലെയർഡ് null and void by the competent court. ഏതെങ്കിലും ഒരു മാരേജ് അണ്ടർടേക്കൻ സോളംലി ഫോർ ദ അൺലോഫുൾ റിലീജിയസ് കോൺവെർസേഷൻ, ഇപ്പം എന്താ ഷോൾ ബി ഡിക്ലെയർഡ്. അപ്പോൾ ഈ മാരേജ് നടക്കും, നമ്മൾ ഈ അൺലോഫുൾ
റിലീജിയസ് കൺവേർഷനിലൂടെ നടക്കുന്ന മാരേജസൊക്കെ നമ്മൾ നള്ളായിട്ടും വോയിഡായിട്ടും കണക്കാക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ മാരേജ് ഇപ്പോൾ പല റിലീജിയനിലുള്ള ആൾക്കാർ റിലീജിയൻ കൺവേർഷൻ നടത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള മാരേജസൊക്കെ എന്താണ് നമ്മൾ വോയിഡ് ആക്കുക, അതൊന്ന് ഇല്ലാതാക്കുക, നള്ളാക്കുക, ഡിക്ലെയർ ചെയ്യാന്നാണ് അവർ പറയുന്നത്. Under the proposed law, the complaint alleging unlawful conversation may be filed by converted person, parent, sibling, or any other person to by blood, marriage, or adoption. ഈ ഒരു പ്രപ്പോസ്ഡ് ലോയിൽ കംപ്ലൈൻറ്റ് എലിങ് അൺലോഫുൾ കോൺവെർസേഷൻ മേ ബി ഫൈൽഡ് ബൈ, ആരാണ് ഈ പറയുന്ന കോൺവെർസേഷൻ, ഈ ഒരു അൺലോഫുൾ കൺവേർഷൻ നടന്നു എന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും? അത് കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്ക് പറയാം, ആളുടെ പേരൻസിന്, ആളുടെ സിബ്ലിങ്സിന്, അല്ലെങ്കിൽ ആളുടെ രക്തത്തിൽ അല്ലെങ്കിൽ ആളുടെ മാരേജിലൊക്കെ വരുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് മാരേജ് ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും കൺവേർട്ടഡ് ആകണം എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്യുകയാണ്, റിലീജിയസ് കൺവേർഷൻ നടത്തുകയാണെങ്കിൽ അവർക്ക് ഈ നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. It will be investigated by an officer not below the rank of sub-inspector of police. സബ്-ഇൻസ്പെക്ടർ പോലീസിൻ്റെ റാങ്കിനേക്കാളും താഴെയുള്ള റാങ്കിലുള്ള ആരും തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല, അതിനേക്കാളും വലിയ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്ന അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, Punjab government launches Punjab Sikhya Kranti 2.0 to reform school education in collaboration with the World Bank. ഇപ്പോൾ പഞ്ചാബ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തതാണ് ദ ന്യൂ ഫേസ് സ്കൂൾ എഡ്യൂക്കേഷൻ റിഫോം. ഒരു പുതിയ സ്കൂൾ എഡ്യൂക്കേഷൻ റിഫോമിൻ്റെ ഒരു ന്യൂ ഫേസ് പഞ്ചാബ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു, പഞ്ചാബ് സിഖ്യ ക്രാന്തി 2.0 എന്ന് പറഞ്ഞത്. വേൾഡ് ബാങ്കുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഇത് കൊണ്ടുവന്നത്. ടു പ്രിപ്പയർ ദ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു കോമ്പീറ്റ് വിത്ത് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ആ രീതിയിൽ എൻ്റെ സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേൾഡ് ബാങ്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള, പഞ്ചാബ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റാണ് പഞ്ചാബ് സിഖ്യ ക്രാന്തി 2.0 എന്ന് പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ് സർവീസ് പ്രകാരം നമ്മൾ പറഞ്ഞ ഈ ഒരു സെക്കൻഡ് ഫേസ് ഹാസ് ലോഞ്ച് ചെയ്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിന് 3500 കോടി ഇൻവെസ്റ്റ്മെൻറ്റാണ് അടുത്ത 6 വർഷത്തേക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും കൂടി പാർട്ട്ണർ ചെയ്ത് അവർ രണ്ടുപേരും ഒന്നിച്ച് രജിസ്ട്രേഷൻ ഓഫ് ഭ്രംബനൻ ടെമ്പിൾ കോംപ്ലക്സ്, ഭ്രംബനൻ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒരു രജിസ്ട്രേഷൻ അവർ കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ കോംപ്ലക്സ് ആണ് ഈ പറഞ്ഞ ഭ്രംബനൻ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലോക്കലി അറിയപ്പെടുന്നത് ടെമ്പിൾ ഓഫ് സ്ലെൻഡർ വിർജിൻ അല്ലെങ്കിൽ റോറോ ജോങ്ഗ്രാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബിൽറ്റ് ചെയ്തത് സഞ്ജയ ഡൈനാസ്റ്റിയിലെ 9th സെഞ്ച്വറി സഞ്ജയ ഡൈനാസ്റ്റിയാണ് ഇത് എന്ത് ചെയ്തത്, ഇത് ബിൽറ്റ് ചെയ്യുന്നത്, ഈ ഒരു ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത്. ഇത് ഹിന്ദു ത്രിമൂർത്തി, അതായത് മെയിൻ ഗോഡ്സ് ഓഫ് ഹിന്ദുസിലെ 3 മെയിൻ ഗോഡ്സ് ആയിട്ടുള്ള ശിവ, വിഷ്ണു, ബ്രഹ്മ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഡേറ്റീസ് ഉള്ള ടെമ്പിൾ ആണ് ഈ പറയുന്ന ഭ്രംബനൻ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് യുനെസ്കോ 1991 ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. The architecture style of Brahman reflect the influence of both the indigenous Javanese tradition and the element borrowed from South India, especially the Pallava style. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് എന്തുമായിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ആണ്, അവരുടെ ആ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ജാപ്പനീസ് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് പല്ലവ സ്റ്റൈലുമായിട്ടൊക്കെ ഇതിനൊരു സാമ്യമുണ്ട്. അപ്പം ഇത് എന്താണ്, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയും ഇന്തോനേഷ്യയും കൂടി തമ്മിൽ ചേർന്നിട്ട് അവർ ഒരുമിച്ചിട്ടാണ് ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സിൽ രജിസ്ട്രേഷൻ നടത്തുക. ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ടെമ്പിളിനെ ലോക്കലി അറിയപ്പെടുന്ന ടെമ്പിൾ ഓഫ് സ്ലെൻഡർ വിർജിൻ എന്നാണ് അറിയപ്പെടുന്നത്. 9th സെഞ്ച്വറിയിൽ സഞ്ജയ് ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്തത്, ബിൽറ്റ് ചെയ്തത്. ഇത് 3 ഡെയിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ്? ശിവ, വിഷ്ണു ആൻഡ് ബ്രഹ്മ. 1991 യുനെസ്കോ അതിന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഈ ടെമ്പിളിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻഡിജിനസ് ജാപ്പനീസ് ട്രഡീഷനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് പല്ലവ സ്റ്റൈലിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയും അടുത്ത് നമ്മൾ പറയുന്നത്
IIT Guwahati develops dual use MXN catalyst. IIT Guwahati റിസർച്ച് ടീമാണെങ്കിൽ MXN എന്ന് പറയുന്ന മെക്സിൻ ബേസ്ഡ് ഒരു കാറ്റലിസ്റ്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ക്യാൻ ബോത്ത് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ എഫിഷ്യൻ്റ്ലി ഫ്രം വാട്ടർ ആൻഡ് ആക്ട് ആസ് എ ഫോട്ടോ കാറ്റലിസ്റ്റ് ഫോർ സാലിനേഷൻ. അപ്പോൾ ഇത് എന്താണ്, നമുക്ക് വാട്ടറിൽ നിന്നും എഫിഷ്യൻ്റ്ലി ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഈ കാറ്റലിസ്റ്റ്. അതേപോലെ തന്നെ ഡീസാലിനേഷൻ ഒരു ഫോട്ടോ കാറ്റലിസ്റ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് IIT ഗുവാഹട്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. MXN എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 2 ഡയമെൻഷണൽ മെറ്റീരിയൽ ഫസ്റ്റ് ഡിസ്കവർഡ് ഇൻ 2011. ഈ MX എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ മെറ്റീരിയലാണ്. അതിൻ്റെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് 2011. ദേ ആർ മെയ്ഡ് ഫ്രം ബൾക്ക് ക്രിസ്റ്റൽസ് കോൾഡ് മാക്സ്. മാക്സ് എന്ന് പറയുന്ന വലിയ ബൾക്ക് ക്രിസ്റ്റലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ MX എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡീസാലിനേഷൻ ഒരു ഫോട്ടോ കാറ്റലിസ്റ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആര് ഡെവലപ്പ് ചെയ്ത് IIT ഗുവാഹട്ടിയാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫ്ലോട്ടിംഗ് ലിഡാർ ബിയോയ് സിസ്റ്റം ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പോൾ എന്താ, റീസെൻ്റ്ലി നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി എന്താണ് സക്സസ്ഫുള്ളി അവർ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഫ്ലോട്ടിംഗ് ലിഡാർ ബിയോ സിസ്റ്റം അവർ സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ടെസ്റ്റ് ചെയ്തത്? തമിഴ്നാട്ടിലെ കോസ്റ്റ് ഓഫ് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ എന്ത് ചെയ്തത്, ആ കോസ്റ്റിലാണ് അവർ ഇത് ടെസ്റ്റ് ചെയ്തത്. എന്താണ് അതിൻ്റെ പേര്? ഫ്ലോട്ടിംഗ് ലിഡാർ ബിയോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ഹൈടെക് ഓഷൻ ബേസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഈ സീയുടെ എന്താണ് വിൻഡ് കണ്ടീഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വിൻഡ് കണ്ടീഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന ഹൈടെക് എന്താ ഈ പറയുന്ന നമ്മുടെ ലിഡാർ ബിയോ സിസ്റ്റം എന്ന് പറയുന്നത്. It uses laser pulses to measure the atmospheric condition with a high precision. ഇത് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ പൾസസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് അറ്റോമിക് കണ്ടീഷൻസ് നല്ല രീതിക്ക് മനസ്സിലാക്കാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. നാളെ ക്ലാസ്സിന് വരുന്ന സമയത്ത് ഹിസ്റ്ററിയുടെ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് വരാം. അതിനുശേഷം ബാക്കി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ.